നമ്മളിന്ന് ഉണ്ടാക്കുന്നത് റാഗിയും കൊണ്ടുള്ള ഒരു അപ്പവും ഒരു വെജിറ്റബിൾ കറിയുമാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ കുറുമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? നല്ലൊരു അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനിവിടെ 1 കപ്പ് നമ്മുടെ വെള്ള അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ റാഗി ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. അല്ല, നിങ്ങൾക്കിപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പം റാഗി മുഴുവനുള്ള റാഗി വാങ്ങിച്ച് കഴുകി ഉണക്കി എന്നിട്ട് പൊടിച്ചെടുത്തതാണ്. ഒരു 1.5 കപ്പ് പൊടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. റാഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ഞിപ്പുല്ല്, കൂരക്, ഇങ്ങനെയൊക്കെ അതിന് പേരുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പൊടി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ സമയത്ത് നമ്മൾ അരയ്ക്കാൻ പോകുമ്പം അതുകൊണ്ട് ഞാനിപ്പം അവലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. കഴുകിയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അവലിപ്പം നമ്മുടെ ചുമന്ന അവലും ചേർക്കാം, വെള്ളയവലും ചേർക്കാം. ഇതിപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഈ പൊടിയൊന്ന് കലക്കി വെക്കാം. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാനിപ്പം ടോട്ടൽ ഇതിലിപ്പം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിവിടെ ഈ അവലൊന്ന് കഴുകിയിട്ട് ഇത്രയും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുക്കുമ്പം ഞാൻ 1 കപ്പ് തേങ്ങ എടുക്കുമ്പം കപ്പ് നിറച്ച് അമക്കി കുള്ളിച്ച് വേണം എടുക്കാൻ. അല്ലാതെ അതിൻ്റെ മുകളിൽ മാത്രം ഇട്ട് ഇങ്ങനെ പൊക്കി എടുക്കല്, അന്നേരം കറക്റ്റ് വരത്തില്ല. അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നത് ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഞാൻ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ക്ലൈമറ്റ് എങ്ങനെ, ഇപ്പോൾ ചൂട് സമയത്താണെങ്കിൽ കുറച്ച് ഈസ്റ്റ് ചേർത്താൽ മതി. തണുപ്പ് ഏരിയയിലാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ച് ആ വെള്ളത്തോട് കൂടിയ അവലൂടെ ഇട്ടിട്ട് നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഇച്ചിരി ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് ഇത്തിരി നേരം ഒന്ന് നമ്മൾ കലക്കി വെക്കണേ. എന്നിട്ട് അരയ്ക്കാൻ നേരം ആ വെള്ളം ഒഴിച്ച് അരയ്ക്കണം. തേങ്ങയൊക്കെ അവലുമൊക്കെ നന്നായി അരച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ച ആ റാഗിപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് അവലല്ലെങ്കിൽ ചോറ് ചേർക്കാം. ഇതിപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് രാവിലെ ഇനിയും ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഏലക്ക ചതച്ചത്, അതൊന്ന് പൊട്ടി വരട്ടെ. ഒരു 3-4 എരിവിനനുസരിച്ച് പച്ചമുളക്, ഉരുളൻകിഴങ്ങ്, സവാള, ക്യാരറ്റ്, പിന്നെ ഒരു ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തത് ഇത്രയും വെജിറ്റബിൾസാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇത് ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തൊന്ന് എടുത്തതിന് ശേഷം ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ആ സവാളയിലെയും പൊട്ടറ്റോയിലെയൊക്കെ വെള്ളം ഇറങ്ങി അതൊന്ന് വാടി ഒന്ന് വഴന്ന് വരും. കറി ഇപ്പം മഞ്ഞച്ച് വേണ്ട, വെള്ളക്കളറി മതിയെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല. അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണേ. അപ്പോൾ ഈ കിഴങ്ങും ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. സ്പൂണും കൊണ്ടൊന്ന് ഉടയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഉടഞ്ഞ് നന്നായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് തീ ഇത്തിരി കുറച്ചിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കണം. കാരണം ആ പൊടികളുടെ പച്ച സ്മെല്ലൊന്ന് മാറണേ. ഇതിലേക്ക് ഞാനൊരു 1/2 മുറിയോളം തേങ്ങയും ഒരു 10 കാഷ്യൂനട്ട് കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത്, ഒത്തിരി അങ്ങ് വെള്ളമാക്കണ്ട, വെള്ളം കൂടെ ചേർത്ത് ഉപ്പ് കുറവാണ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് ഇച്ചിരി നേരം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട, തിളയൊന്ന് വരുമ്പോഴത്തേനൊന്ന് നിർത്തിയേക്കണേ. ഇപ്പോൾ തിള ഇങ്ങനെ വന്ന് തുടങ്ങി. ഞാനിത് ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം മാവ് ഒഴിച്ചിട്ട് ചെറിയ ഇങ്ങനെ കുമിളകൾ വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ രാവിലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. നിങ്ങൾക്ക് അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഹെൽത്തി ആയിട്ട് ശരീരത്തിന് നോക്കുന്നവർക്കാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട. അതുപോലെ നമ്മൾ ഈ അരിയും കൊണ്ടുണ്ടാക്കുന്ന അപ്പത്തിൻ്റേതായ ഒരു ടേസ്റ്റ് അല്ല ഇതിന്. ആ ടേസ്റ്റും ഈ ടേസ്റ്റുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. ഇത് റാഗിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് എടുത്ത് അറിയാൻ പറ്റും. അപ്പം ഞാനിതിങ്ങനെ അടച്ച് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കട്ടെ.
അപ്പം തീ ഒന്ന് തീരെ കുറച്ച് വെക്കണം. ഇത് റാഗി മാത്രമായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് അടുക്കി പിടിച്ച് കരിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ മാവ് ഒഴിച്ചിട്ട് നല്ല ചൂടോടെ കഴിക്കാനാണ് നല്ലത്. ചില കുട്ടികൾക്കൊക്കെ ഈ റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുത്തും. ഇതിനിത്തിരി റാഗിയുടെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കുന്നത്. വേറൊന്നും നമ്മളല്ലാതെ റൈസൊന്നും ചേർത്തിട്ടില്ലല്ലേ. അതുകൊണ്ട് നിങ്ങൾ തേങ്ങയൊക്കെ ചേർക്കുമ്പം നല്ലതായിട്ട് തേങ്ങ ചേർക്കണം. പിന്നെ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടെ മധുരം ഇട്ട് കൊടുത്താലും ഇതിൻ്റെ ടേസ്റ്റ് അന്നേരം മനസ്സിലാവത്തില്ല. കറി കൂട്ടി കഴിക്കുമ്പോൾ മനസ്സിലാവത്തില്ല. നല്ല ചൂടോടെ കഴിക്കണം. നല്ല സോഫ്റ്റായിട്ടിരിക്കും. പിന്നെ ഇത്തിരി തണുക്കുവാണെങ്കിൽ അതൊരിച്ചിരി ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. റാഗിയുടെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. നല്ല അയൺ കണ്ടൻ്റ് ഉള്ള, പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് തരും. ചൂട് സമയത്താണ് എല്ലാവരും കൂടുതലും ഈ റാഗിയുടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറി കൂട്ടി നമുക്ക് കഴിക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിച്ചേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.